യഥാരൂപം 10-ാം അധ്യായത്തിൽ 12-13 ശ്ലോകങ്ങൾ വായിക്കാം. ആരാണോ വിഭൂതിയോഗം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭഗവാന്റെ ഭക്തി കിട്ടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ ശുദ്ധ ഭക്തന്മാരൊന്നുമല്ല, ഭക്തി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണ്, സാധകന്മാരെന്ന് പറയും. അപ്പോൾ സാധകന്മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കൂടുതൽ രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ ഈ വിഭൂതിയോഗത്തിൽ പറയുന്നതെന്ന് പറയുന്നു. ഈ വിഭൂതിയോഗം ആരാണോ ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, ബൈഹാർട്ട് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ച് ചുറ്റുപാടിനെ നോക്കി കാണുന്നത്, അങ്ങനെയുള്ള വ്യക്തിക്ക് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഭക്തിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അല്ലേ? കാരണം നമ്മൾ വിപരീതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എല്ലാവരും ഭഗവാന്റെ ഭക്തി ചെയ്യുന്ന സ്ഥലമല്ല അല്ലേ? ഭൗതിക ലോകത്തിൽ മമ മായ ദുരത്യ, ഇവിടെ മായാശക്തി പറയുന്നത് ഭഗവാനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സ്ഥലത്ത് ഭക്തിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വിഭൂതിയോഗം പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം നമ്മുടെ മനസ്സ്, ഇപ്പോൾ ഉള്ള മനസ്സ് ഭൗതികമായിട്ടുള്ള മനസ്സാണ് അല്ലേ? ഭൗതികമായിട്ടുള്ള മനസ്സ് എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? എപ്പോഴും ഭൗതികമായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഭക്തിയിൽ എന്താണ് നമ്മളോട് ഭഗവാൻ പറയുന്നത്? എപ്പോഴും എന്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്? ആരെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ഭക്തന്മാരെന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലേ? മന്മന ഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു, ഇതാണ് ഭഗവാന്റെ നിർദ്ദേശം. അത് പാലിക്കുന്നവരാണ് ഭക്തന്മാരെന്നാണ് ഭഗവാൻ പറയുന്നത്. എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഭക്തന്മാർ എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മളേത് കാറ്റഗറിയിൽ വരും? നമ്മൾ യെസ്. അപ്പം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അർജുനൻ അതിനു വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അർജുനൻ ചോദിച്ചു, ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, എല്ലാ സമയത്തും എന്നെക്കുറിച്ച് ചിന്തിക്കണം, മന്മന, മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിക്കണം എന്ന് പറഞ്ഞു. അതത്ര ഈസി അല്ല എന്ന് ഭഗവാനും അറിയാം, അർജുനും അറിയാം അല്ലേ? അപ്പം അർജുനൻ ചോദിക്കുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടി അർജുനൻ ചോദിക്കുന്നു, കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയ, എങ്ങനെയാണ് അങ്ങയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടത്? എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത്? എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഈ അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ചുറ്റുപാടുള്ള വസ്തുക്കളെക്കുറിച്ചാണ്. അപ്പോൾ ആ വസ്തുക്കളെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് തോന്നുന്നത്? നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കത് നമ്മുടേതാക്കണം, നമ്മുടെ സ്വന്തമാക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടാകുന്നത് അല്ലേ? പക്ഷേ അതിൻ്റെ പുറകിലൊക്കെ ഭഗവാന്റെ ശക്തിയുണ്ട്. എല്ലാ ആകർഷകമായിട്ടുള്ള വസ്തുക്കൾക്ക് പുറകിലും ഭഗവാന്റെ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്കത് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമല്ല ഉണ്ടാകുന്നത്, അതിൻ്റെ പുറകിൽ ഭഗവാന്റെ ശക്തിയെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യത്തിന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾക്ക് ഭഗവാനെ പല രീതിയിൽ ചിന്തിക്കാനുള്ള അവസരമാണ് ഈ വിഭൂതിയോഗം നൽകുന്നത്. അപ്പോൾ വിഭൂതിയോഗം തുടങ്ങുന്നതിൻ്റെ മുന്നേ അതിൻ്റെ മുന്നത്തെ ശ്ലോകങ്ങൾ, ഈ 12-ാമത്തെ ശ്ലോകത്തിൻ്റെ മുന്നേയുള്ള 4 ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. ചതുശ്ലോകി ഭഗവത്ഗീതയാണ് 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ. ആ 8 മുതൽ 11 വരെയുള്ള ശ്ലോകത്തിൽ ഭഗവത്ഗീതയുടെ രത്ന ചുരുക്കം മുഴുവനുണ്ട്. എന്താണോ ഭഗവത്ഗീത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ ഈ 4 ശ്ലോകത്തിലുണ്ട്. ചതുശ്ലോകി ഭഗവത്ഗീത 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ. അതിൽ 8-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ആരാണ്? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത എന്നത്.
ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ, എല്ലാറ്റിൻ്റെയും ഉറവിടം ഭഗവാനാണെന്ന് പറഞ്ഞു. അഹം സർവസ്യ പ്രഭോ, എല്ലാറ്റിൻ്റെയും ഉറവിടം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞു. മത്ത സർവം പ്രവർത്തതേ, ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു. അത് ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം ആരാണത് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആരാണ് മനസ്സിലാക്കുന്നത്? ഇതി മത്വാ ഭജന്തേമാം ബുദ്ധാഭാവ സമന്വിത എന്ന് പറഞ്ഞു. ലോകത്തിൽ ആരൊക്കെയാണോ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ പൊസിഷൻ അംഗീകരിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പം സാധാരണഗതിയിൽ ആൾക്കാർ പറയും, എന്താണ്, വേറെ ജ്ഞാനമാർഗമൊന്നും സ്വീകരിക്കാൻ പറ്റാത്തവർക്കാണ് ഭക്തിയിലേക്ക് വരാൻ സാധിക്കുന്നത്, അല്ലെ? കുറച്ച് ബുദ്ധി കുറഞ്ഞ ആളുകൾക്കാണ് ഭക്തി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് പറയാം, അല്ലേ? പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനെ അംഗീകരിക്കുന്നവർ ഏറ്റവും ഉന്നതരായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകളാണ്. ബുദ്ധാഭാവ സമന്വിത, ബുദ്ധിമാന്മാർ മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ പൊസിഷൻ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ മനസ്സിലാക്കുക മാത്രമല്ല, മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യും? ഇതി മത്വാ ഭജന്തേമാം ബുധ ഭാവസമന്വിത, അവരെല്ലാവിധ സ്നേഹത്തോടും കൂടി എല്ലാവിധ ശക്തിയും ഉപയോഗിച്ച് ഭഗവാനെ ഭജിക്കും എന്നാണ് പറയുന്നത്. ഭഗവാനെ ഭജിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുകയാണെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നത്. സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസാണ്, പ്രവർത്തിക്കുക, അല്ലെ? ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും, എല്ലാ ശക്തിയും എടുത്ത് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും. ആര്? ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ. എന്തുകൊണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ ശ്ലോകത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാന്റെ പൊസിഷനെ കുറിച്ചും പറയുന്നുണ്ട്, ആ പൊസിഷൻ ആരാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. ഭഗവാനെ പ്രേമപൂർവ്വം ആരാധിക്കുമെന്ന് പറയുന്നു. അടുത്ത 9ാമത്തെ ശ്ലോകത്തിൽ ആ ഭക്തന്മാരുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും? മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. ആ ശുദ്ധഭക്തന്മാർ ശുദ്ധഭക്തിയുടെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് മുഴുവൻ ആരെക്കുറിച്ചായിരിക്കും? ഭഗവാനെ കുറിച്ച് മാത്രമായിരിക്കും, അല്ലെ? മച്ചിത്ത, അവരുടെ ചിന്ത എപ്പോഴും ആരെക്കുറിച്ചാണ്? ഭഗവാനെ കുറിച്ച്. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്. നമ്മളെപ്പോലെയല്ല, നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഭഗവാന്റെ ചിന്തയിലേക്ക് പോകുന്നത്, അല്ലേ? പോയാൽ തന്നെ നമുക്ക് ഉറക്കം വരും, അല്ലേ? ഭഗവത്ഗീത എടുത്ത് വായിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ, നാമജപിക്കും ഒക്കെ നല്ല സ്ലീപ്പിംഗ് പിൽസായിട്ട് അനുഭവപ്പെടും. പക്ഷേ ഇവിടെ ഭക്തന്മാരെന്താണ്? മച്ചിത്ത, അവരെപ്പോഴും സ്വാഭാവികമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്ഗതപ്രാണ, അവരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ശ്രീലപ്രഭുപാദരെ പോലെയുള്ള ആചാര്യന്മാർ അവരുടെ ജീവിതം, അവരുടെ സമയം മുഴുവൻ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. മദ്ഗത പ്രാണ, അവരുടെ പ്രാണൻ, അവരുടെ ജീവൻ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ബോധയന്ത പരസ്പരം, അങ്ങനെയുള്ള രണ്ട് ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഭഗവാനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, അല്ലേ? ശീലപ്രഭാതർ പറയുന്നുണ്ട്, രണ്ട് ബിസിനസ് മാൻമാർ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവരെന്തായിരിക്കും സംസാരിക്കുക? അവർ മാർക്കറ്റിലെ കാര്യങ്ങളാണ് സംസാരിക്കുക. അപ്പോൾ ഒരാളുടെ സംസാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ചിന്ത ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു ഭക്തൻ സംസാരിക്കുന്നത് എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രമാണ്. ഭക്തന്മാർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ഭഗവാനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെ? വിതുരൻ മൈത്രേയനെ കണ്ടുമുട്ടിയ സമയത്ത് അവർ വേറെ വിശേഷങ്ങളൊന്നല്ല ചോദിച്ചത്, ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചാണ് ചോദിച്ചത്. അത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, അവർക്ക് വലിയ സന്തോഷമാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെക്കുറിച്ച് പറയുന്നതും. എന്താണ്? അവർക്ക് വലിയ സന്തോഷമാണ്. അതാണ് അവരുടെ ഹോബി എന്ന് പറയുന്നത്. അവർക്ക് വേറെ ഹോബിയൊന്നുമില്ല. അവരുടെ ഹോബി എന്താണ്? ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക. ഭഗവാനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സന്തോഷമാണ്, ആനന്ദമാണ് ഉണ്ടാവുന്നത്. തുഷ്യന്തിച്ച രമന്തിച്ച. അങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തികളോട് ഭഗവാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ഭഗവാൻ എന്താണ് കൊടുക്കുന്നത്
എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ആരൊക്കെയാണോ ഇങ്ങനെ നിരന്തരമായിട്ട് ഭഗവാനെ സേവിക്കുന്നത്, സന്തോഷത്തോടുകൂടി, പ്രീതിപൂർവകം എന്ന് പറയുന്നത് അല്ലേ, പ്രീതിപൂർവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും നിർബന്ധിച്ചിട്ട് നാമം ജപിക്കുന്നതല്ല, ആരും നിർബന്ധിച്ചിട്ട് ഭഗവത്ഗീത വായിക്കുന്നതല്ല, ആരും നിർബന്ധിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതല്ല, സന്തോഷപൂർവ്വം അവർ ചെയ്യുന്നതാണ്. ആ പ്രീതിപൂർവം ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ് കൊടുക്കുന്നത് എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദദാമി, ഞാൻ കൊടുക്കും എന്ന് പറയും. ഭഗവാൻ എന്താ കൊടുക്കുന്നത്? ഭഗവാൻ ബുദ്ധി കൊടുക്കും. അല്ല, അതുവരെ ബുദ്ധി ഇല്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഓൾറെഡി ബുദ്ധി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. പിന്നെ ഭഗവാനോട് നമ്മൾ ബുദ്ധി ചോദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് വേറെ പല കാര്യങ്ങളാണ് ചോദിക്കുക അല്ലേ. എനിക്ക് അത് വേണം, ഇത് വേണം. ഇപ്പോൾ ഭഗവാൻ അറിയാം ഇയാൾക്ക് എന്താണ് ഇല്ലാത്തത് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഭഗവാൻ എന്ത് കൊടുക്കും? ഭഗവാൻ ബുദ്ധി കൊടുക്കും എന്നാണ് പറയുന്നത്. ബുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ബുദ്ധിമാനായി അല്ലേ. ബുദ്ധിയുള്ള വ്യക്തിയാണ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ആരാണോ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ആ വ്യക്തിയാണ് ഭഗവാന്റെ മുന്നിൽ ബുദ്ധിമാൻ. അല്ലാത്ത വ്യക്തികളൊന്നും ഭഗവാന്റെ മുന്നിൽ ബുദ്ധിമാനല്ല. ഇവിടെ തന്നെ സുഖിക്കാം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ ആരാണ്? മായ അപഹൃതജ്ഞാന എന്നാണ് ഭഗവാൻ. മായ കൊണ്ട് അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവർ ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ധനം ദേഹി, എന്താണ് പുത്രദേഹി, ഇങ്ങനെ പറഞ്ഞിട്ട് പലതും എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണ് ബുദ്ധിമാൻ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം ആ ബുദ്ധി ഭഗവാൻ തന്നെ കൊടുക്കുമെന്ന് പറയുന്നു. ആർക്ക് വേണമെങ്കിലും ഭക്തിയിലേക്ക് വരാം. ശ്രീല പ്രഭാതർ പറയുന്നു ബുദ്ധി അങ്ങോട്ട് കൊടുക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയാണെന്ന് പറയുന്നത് അല്ലേ. സാധാരണ സ്കൂളിൽ അഡ്മിഷന് കുട്ടികളെ എടുക്കുന്ന സമയത്ത് അവരെന്താ നോക്കുന്നത്? അവർ ഇൻ്റർവ്യൂ ചെയ്യും അല്ലേ. ഇപ്പോൾ LKG പോലും ഇൻ്റർവ്യൂ ഉണ്ട്. എന്തിനാണ് ഇൻ്റർവ്യൂ വയ്ക്കുന്നത്? ബുദ്ധിയുള്ളവർ വന്നാൽ മതി, ഞങ്ങൾക്ക് ആ ബുദ്ധി വെച്ച് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് ഞങ്ങൾ 100% വിജയം നേടും, എന്നിട്ട് ഞങ്ങളെ പേര് വലുതാക്കും, നിങ്ങളുടെ ബുദ്ധി ഞങ്ങൾ എടുക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ അവരെന്ത് ചെയ്യും? അവരൊഴിവാക്കും, ഞങ്ങൾക്ക് വേണ്ട അല്ലേ. അപ്പം അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ബുദ്ധി കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർ ബുദ്ധി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി ഞങ്ങൾ എടുക്കും, എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് ഞങ്ങൾ പോപ്പുലറാവും. ഇതാണ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല. ഭഗവാൻ പറയുന്ന ആർക്ക് വേണമെങ്കിലും വരാം, ഇൻ്റർവ്യൂ ഇല്ല. അഡ്മിഷന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. ഭഗവാൻ പറയുന്നു സമൂഹം സർവഭൂതേഷു, എല്ലാവർക്കും ഫ്രീ എൻട്രിയാണ്. എന്നിട്ടോ അതിൽ എന്തൊക്കെ ബുദ്ധിയാണ് ആവശ്യമുള്ളത് അത് ഭഗവാൻ അങ്ങോട്ട് കൊടുക്കും. ദദാമി ബുദ്ധിയോഗം. അപ്പം അങ്ങോട്ട് വന്നാൽ മതി, അത് മാത്രമാണ് ഭഗവാൻ പറയുന്നത്. ആരൊക്കെയാണോ വരുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ കൊടുക്കും. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ വ്യക്തിക്ക് എന്തൊക്കെയാണോ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതിനുള്ള ബുദ്ധി ഭഗവാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ ബുദ്ധി കൊടുക്കുന്ന പ്രോസസ്സ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. എങ്ങനെ ബുദ്ധി കൊടുക്കും? എങ്ങനെയാണ് ബുദ്ധി കൊടുക്കുക? രാവിലെ ഞാൻ എഴുന്നേറ്റ സമയത്ത് ഭഗവാനെ സ്വപ്നം കണ്ടു, ഭഗവാൻ എൻ്റെ മുന്നിൽ വന്ന് കുറേ ബുദ്ധി തന്നു, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ അല്ലേ. അപ്പോൾ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ബുദ്ധി നൽകുമെന്നാണ് പറയുന്നത്. ആരൊക്കെയാണോ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് അതിന് അങ്ങനെ പോവാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധി ഭഗവാൻ ഹൃദയത്തിലിരുന്ന് നൽകും എന്നിവിടെ 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത എന്ന് പറയുന്നു.
അങ്ങനെ ഭഗവാനിൽ നിന്ന് ബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ അജ്ഞാനവും ഇല്ലാതെയാവും. നമ്മൾക്ക് മനസ്സിലാവും ഈ ഭൗതിക ലോകത്തിൽ സുഖമില്ല, ഇവിടുന്ന് തിരിച്ചു പോകണം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള തീരുമാനമെടുക്കും. പ്രകാശമുണ്ടാകും, ഹൃദയത്തിൽ പ്രകാശമുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ചതുശ്ലോകി ഭഗവത്ഗീത. 4 ശ്ലോകങ്ങൾ ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞു, ഭഗവാനെ ആരാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു, ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അവർ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാൻ എന്താണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് അവർക്ക് ഭഗവാൻ കൊടുക്കുന്നത്? ബുദ്ധിയാണ് കൊടുക്കുന്നത് അല്ലേ. ആ ബുദ്ധി കൊടുത്തിട്ട് ആ ബുദ്ധി കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് പറയും. എങ്ങനെയാണ് ബുദ്ധി കൊടുക്കുന്നതും എന്നും പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ബുദ്ധി കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്? അവരുടെ ഹൃദയത്തിലിരുന്നിട്ട് ബുദ്ധി കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും കേട്ട സമയത്ത്, ഇത് ഭഗവത്ഗീതയുടെ ഒരു ചുരുക്കമാണ്. ഭഗവത്ഗീതയിൽ എന്തൊക്കെയാണോ ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ചുരുക്കം ഈ 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട സമയത്ത് അർജുനൻ അതിന് മറുപടി പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ശ്ലോകം. 12-13 ശ്ലോകങ്ങളിൽ അർജുന ഉവാച എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഇതെങ്ങനെയാണ് സ്വീകരിച്ചത്? ഭഗവാന്റെ അടുത്തുനിന്ന് ഈ ഉപദേശം കേട്ട സമയത്ത് അർജുനൻ ഈ ഉപദേശങ്ങളെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് നമ്മൾക്ക് വായിക്കാം. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ശ്രീലപ്രഭാതർ ഇവിടെ പറയുന്നു, ആർക്കൊക്കെയാണോ ഭഗവത്ഗീത മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളത് അവരൊക്കെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭാതർ പറഞ്ഞു, നമ്മൾക്ക് എല്ലാവർക്കും ഭഗവത്ഗീത പഠിക്കണം താല്പര്യമുണ്ട് അല്ലേ. അപ്പോൾ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ശ്രീലപ്രഭാതർ പറയുന്നത്? ഇവിടെ പറഞ്ഞു, ഭാവാർത്ഥത്തിൽ പറഞ്ഞു. യെസ്, ഭക്തൻ്റെ അടുത്ത് പോയി പഠിക്കണം. ഇവിടെ എന്താണ് ശ്രീലപ്രഭാതർ പറയുന്നത്? ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണോ ഭഗവത്ഗീത മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവർ അവരെന്ത് ചെയ്യണം? ഗുരുപരമ്പര വഴി പഠിക്കണം. യെസ്, ശ്രീലപ്രഭാതർ പർട്ടിക്കുലറായിട്ട് ഇവിടെ എന്തോ ഒരു കാര്യം പറയുന്നത്? എന്താ പറയുന്നത്? ഭഗവാന്റെ കാരുണ്യം വേണം. യെസ്, എന്നാലും പർട്ടിക്കുലറായിട്ട് അർജുനനാണ് ഈ ശ്ലോകം പറയുന്നത്. അതുകൊണ്ട് ശ്രീലപ്രഭാതർ പ്രത്യേക കാര്യം പറയുന്നുണ്ട്. എന്താണ്? ആർക്കൊക്കെ ഭഗവത്ഗീത മനസ്സിലാക്കണം എന്ന് താല്പര്യമുണ്ടോ അവരെന്ത് ചെയ്യണം? എന്താണ് അർജുനൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞത് അത് അതേപടി അംഗീകരിക്കുക. കാരണം ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശിഷ്യനാരാണ് ഈ കാലത്ത്, മോഡേൺ യുഗത്തിൽ അല്ലെ? അർജുനാണ് ആദ്യത്തെ ശിഷ്യൻ. അതിൻ്റെ മുന്നേ പുരാണ കാലത്ത് വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യദേവൻ
അതിൻ്റെ ശേഷം മനു, ഇക്ഷാകു, അങ്ങനെയുള്ള പുരാതന ആളുകളൊക്കെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സമയത്തും ഭഗവത്ഗീത ലേറ്റസ്റ്റ് എഡിഷൻ അല്ല, ഭഗവത്ഗീത പുരാണ എഡിഷൻ തന്നെയാണ്, പഴയ എഡിഷൻ തന്നെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്? നമ്മുടെ സിലബസ് പോലെയല്ല ഭഗവത്ഗീത സിലബസ്. നമ്മുടെ സിലബസ് ഓരോ 3 വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ. കാരണം നമ്മുടെ സിലബസ് സത്യമല്ല പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ. സത്യമാണെങ്കിൽ പിന്നെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവർ പറയുന്നത് പരമമായിട്ടുള്ള സത്യമല്ലാത്തത് കൊണ്ട് ഇതായിരുന്നില്ല സത്യം, ഇതായിരിക്കാം സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മോഡിഫൈ ചെയ്യാണ് സിലബസ്. പക്ഷേ ഭഗവാൻ പറയുന്നത് പരമസത്യമായതുകൊണ്ട് ഒരിക്കലും അത് മോഡിഫൈ ചെയ്യുന്നില്ല. അപ്പം അന്ന് പറഞ്ഞു കൊടുത്ത അതേ പുരാതനമായിട്ടുള്ള ഭഗവത്ഗീത ലേറ്റസ്റ്റ് ആയിട്ട് അർജുനന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അർജുനൻ അത് മുഴുവൻ കേട്ടു. ഈ ചതുശ്ലോകി ഭഗവത്ഗീതയും കേട്ടു. ആ ചതുശ്ലോകി ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്താണ്? അതിൽ ഭഗവത്ഗീതയുടെ മുഴുവൻ സാരമുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ സാരം. അത് കേട്ടതിന് ശേഷം അർജുനൻ മറുപടി പറയുന്നതാണ് നമ്മളിപ്പം വായിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആർക്കൊക്കെയാണോ ഭഗവത്ഗീത പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് അവർ അർജുനൻ പറയുന്നത് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കണമെന്നല്ല പറയുന്നത്. അർജുനൻ ഭഗവാനെക്കുറിച്ച് എന്ത് പറയുന്നു അത് മനസ്സിലാക്കി അതേപടി മാറ്റമില്ലാതെ അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും ഭഗവത്ഗീത ഗുരുപരമ്പര വഴിയുള്ള ഭഗവത്ഗീത മനസ്സിലാകും എന്ന് പറയാം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അർജുനൻ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യം, അത് അർജുനൻ ഇവിടെ എടുത്തു പറയുകയാണ്. നമ്മളിപ്പോൾ വായിച്ച ശ്ലോകത്തിൽ അർജുനൻ എടുത്തു പറയുകയാണ്. ഓരോരോ വാക്കുകൾ, ഓരോ വാക്കിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ഉണ്ട്. നമ്മളിപ്പോൾ വായിച്ചു പോയപ്പോൾ എളുപ്പത്തിൽ പാട്ട് പോലെ വായിച്ചു പോയി അല്ലേ. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു. എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു അല്ലേ. അത് മാത്രം നമ്മൾക്കറിയാം. എന്തൊക്കെയോ വാക്കുകൾ, നല്ല രസമുണ്ട് വായിക്കാൻ അല്ലേ. നല്ല രസമാണ് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലൊക്കെ പറയുന്നത് എങ്ങനെയാണ് അർജുനൻ ഭഗവാനെ മനസ്സിലാക്കിയത് എന്നുള്ള കാര്യമാണ്. ആദ്യം എന്താണ് പറഞ്ഞത്? പരം ബ്രഹ്മ എന്ന് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണനോടാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? അങ്ങ് പരം ബ്രഹ്മമാണ് എന്നുള്ള കാര്യം. പരം ബ്രഹ്മ ശങ്കരാചാര്യം പറയാറുണ്ട് അല്ലേ. പരം ബ്രഹ്മ പരമേ ബ്രഹ്മണി കോപിനസക്ത. ആ പരബ്രഹ്മത്തിനോട് ആർക്കും താല്പര്യമില്ല എന്ന് ശങ്കരാചാര്യർ പറയുന്നു. ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിനസക്ത എന്ന് പറയും. ആ പരമമായിട്ടുള്ള ബ്രഹ്മത്തിനെ കുറിച്ച് ആരും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് ശങ്കരാചാര്യ പറയുന്നു. ആ പരബ്രഹ്മം എന്ന് പറയുന്നത് ആരെയാണ്? ഭഗവാനെ കുറിച്ചാണ് അല്ലേ. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനുശേഷം ശങ്കരാചാര്യ പറഞ്ഞത് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കൂ. ആ ഭഗവാനിൽ ആർക്കും എന്താണ് താല്പര്യമില്ലാത്തത്? എല്ലാവരും ഭഗവാനെ ഭജിക്കൂ എന്ന് ശങ്കരാചാര്യ പറഞ്ഞത് അല്ലേ. അതേപോലെ കേരളത്തിൽ അധികം നേരിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്നില്ല, അധികം പരംബ്രഹ്മം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ചെല്ലാറുണ്ട് ഓരോ യജ്ഞം കഴിയുമ്പോൾ ഇതങ്ങോട്ട് ചൊല്ലും. നമ്മൾക്ക് കുറച്ച് ശ്ലോകമൊക്കെ അറിയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചൊല്ലും ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു സാക്ഷാത് മഹേശ്വര. അപ്പം നമ്മളെന്താ പറയുന്നത്? എല്ലാവരും ഗുരുക്കന്മാരാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും ഗുരുക്കന്മാരാണ് അല്ലേ. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ അടുത്ത ലൈൻ എന്താണ് പറയുന്നത്? ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവരുടെ മൂന്നാളുടെയും ഗുരുവാണ് പരബ്രഹ്മം എന്നാണ് പറയുന്നത്. ആ പരബ്രഹ്മത്തിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പരബ്രഹ്മം ആരാണ് എന്ന് ഇവിടെ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആ പരബ്രഹ്മം ആരാണ്? പരബ്രഹ്മം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ത്രിമൂർത്തികൾക്കും ഗുരുവായിട്ടുള്ള, ത്രിമൂർത്തികളുടെയും ഉറവിടമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ.
അതുകൊണ്ടാണ് ഭഗവാനെ പരബ്രഹ്മം എന്ന് പറയുന്നത്. അല്ലേ? ഈ പരബ്രഹ്മവും ബ്രഹ്മവും ഈക്വൽ അല്ല. അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു. അല്ലേ? അഹം ബ്രഹ്മാസ്മി എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഞാൻ ഈശ്വരനാണ്. ഇപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വരനല്ല എന്നാണ് പറയുന്നത്. പരബ്രഹ്മമാണ് ഈശ്വരൻ. അപ്പം ബ്രഹ്മം എന്താണ്? ബ്രഹ്മൻ ഭഗവാന്റെ ഒരു പാർട്ട് മാത്രമാണെന്ന് പറയുന്നത്. അല്ലേ? ഭഗവാന്റെ ഒരു ഭാഗം മാത്രമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശം മാത്രമാണ്. പക്ഷേ നമ്മൾ ബ്രഹ്മം എന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയുന്നത്, അഹം പരംബ്രഹ്മാസ്മി എന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈശ്വരനാകുമായിരുന്നു. അഹം പരംബ്രഹ്മാസ്മി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അഹം പരബ്രഹ്മാസ്മി എന്ന് പറയാൻ സാധിക്കുന്ന ആർക്ക് മാത്രമാണ്? ഭഗവാന് മാത്രമാണ്. അല്ലേ? ഭഗവാന് പറയാം അഹം പരം ബ്രഹ്മാസ്മി എന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണന് ധൈര്യമായിട്ട് പറയാം. വേറെ ആർക്കും അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ എന്തല്ല? നമ്മൾ പരമമായിട്ടുള്ള ഈശ്വരനല്ല. നമ്മൾ ബ്രഹ്മമാണ്, അത് ശരിയാണ്. നമ്മൾ ബ്രഹ്മമാണ്, ഭഗവാൻ പരബ്രഹ്മമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഭഗവാൻ പരബ്രഹ്മമാണെന്ന് അർജുനൻ പറഞ്ഞു. അതിനുശേഷം എന്താണ് പറഞ്ഞത്? പരബ്രഹ്മ പരംധാമ എന്ന് പറയുന്നു. പരംധാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ എത്തിയാലാണോ ഏറ്റവും ആശ്വാസം ലഭിക്കുന്നത്, നമ്മുടെ എല്ലാ ഉത്കണ്ഠയും തീർന്ന് നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസരം എവിടെയാണോ കിട്ടുന്നത്, ആ സ്ഥലത്തിനാണ് ധാമം എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും പരമമായിട്ടുള്ള ധാമമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ധാമം എന്ന് പറയുന്നത്. ബാക്കി എവിടെയാണെങ്കിലും നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകളുണ്ടാവും. നമ്മുടെ ആരെങ്കിലും മനസ്സിൽ അസ്വസ്ഥതകളുണ്ടോ? ടെൻഷനുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനില്ല, ഞാൻ ടെൻഷൻ ഫ്രീ ആണ് എന്ന് പറയാൻ സാധിക്കുമോ? ടെൻഷനുണ്ടോ? ഉണ്ട് അല്ലേ? കാരണം എന്താണ്? നമ്മൾ ആ സ്ഥലത്തല്ല ഇരിക്കുന്നത്, നമ്മൾ പൊസിഷൻ മാറിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇരിക്കുന്നത്, സ്ഥലം മാറിപ്പോയി. നമ്മൾ അവിടെ ഇരിക്കേണ്ട ആളുകളാണായിരുന്നു, പക്ഷേ ഇവിടെ വന്ന് ഇരിക്കുന്നു. അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലേ? ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ വലിയ സങ്കടമായിരിക്കും, ആവലാതിയിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഈ ലോകത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയില്ല. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് ആ സ്വസ്ഥത ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് എന്ത് പറഞ്ഞു? പരം ധാമ എന്ന് പറഞ്ഞു. പരംധാമ. ഭഗവാനും ആ ഭഗവാന്റെ പരംധാമത്തിനെ കുറിച്ച് 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് വരൂ എന്നാണ് പറയുന്നത്. എല്ലാവരും അങ്ങോട്ട് വരൂ, അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? എന്തായിരുന്നു ശ്ലോകം? നതത് ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പുറത്താക്കുന്നില്ല, അങ്ങോട്ട് പോരൂ എന്ന് ഭഗവാൻ പറയുന്നു. ഒരിക്കലും ന നിവർത്തന്തേ, തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. വേറെ എവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിലും തിരിച്ചു പോകണം അല്ലേ? ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം. 1 മണിക്കൂർ 2 മണിക്കൂറിലധികം നമ്മളിവിടെ നിൽക്കാൻ പറ്റില്ല, പിന്നെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇഷ്യൂ. അപ്പോൾ ഇത് നമ്മുടെ പെർമനന്റ് സ്ഥലമല്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ പെർമനന്റ് സ്ഥലമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം എവിടെ ഭൗതിക ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുകയാണ് പെർമനന്റ് സ്ഥലമാണെന്ന്, പക്ഷേ അത് പെർമനന്റ് സ്ഥലമല്ല എന്ന് ഭഗവാൻ പറയുന്നു. ബ്രഹ്മലോകത്തിലെത്തിയാലും നമ്മൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താകും അല്ലേ? ബ്രഹ്മാവിന് പോലും സമയം കീപ്പ് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മാവിന് പോലും ടൈം വെച്ചിട്ടുണ്ട് അല്ലേ? ആ ടൈമിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജന ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. നമ്മൾ ഇവിടെ ചെയ്ത് കുറേ പുണ്യമൊക്കെ സമ്പാദിച്ച് ഉയർന്ന ലോകങ്ങളിലേക്ക് പോയി, അവിടെ നമ്മൾക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കുകയില്ല അല്ലേ? നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചു, എത്ര നേരം നമ്മൾക്ക് അവിടെ നിൽക്കാം? എത്ര നേരം നിൽക്കാം? നമ്മളെ കയ്യിൽ എത്ര കാശുണ്ടോ അതിനനുസരിച്ച് നിൽക്കാം
അല്ലേ? 2 ദിവസത്തേക്ക് നിൽക്കാനുള്ള കാശുണ്ടെങ്കിൽ 2 ദിവസം നിൽക്കാം, ഒരാഴ്ച നിൽക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാഴ്ച നിൽക്കാം. ഒരാഴ്ച നിന്നതിന് ശേഷം പറയണം, നമ്മൾ ഇത്രയും കമ്പനി ആയില്ലേ, നമ്മൾ ഇത്രയും നിന്നില്ലേ, ഞാൻ 2 ദിവസം കൂടി നിന്നിട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? അവരവിടെ നിന്ന് ചവിട്ടി പുറത്താകും. കാരണം കാശില്ല, അല്ലേ? നമ്മളതിൽ പണമുണ്ടോയെന്ന് ചോദിക്കും. പണമില്ലെങ്കിൽ നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഉയർന്ന ലോകത്തിലുള്ള സ്ഥിതി. ക്ഷീണേ പുണ്യേ, അവിടെ പുണ്യമാണ് കാശ്. ഇവിടെ ചെയ്യുന്ന, ഭൂമിയിൽ ചെയ്യുന്ന പുണ്യമാണ് അവിടുത്തെ പണം. അപ്പോൾ എത്ര പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കും. പുണ്യം തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഏതായാലും ഇത്രയും കാലം നിന്നതല്ലേ, കുറച്ചും കൂടി നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ നിന്ന് അപ്പം ക്ഷീണേ പുണ്യ വീണ്ടും മർത്യലോകം വിശന്തി. ശ്രീ രാധാമാധവ് കീ ജയ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലവും, ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു സ്ഥലവും നമ്മുടെ സ്ഥിര താമസത്തിനുള്ള സ്ഥലമല്ല എന്നാണ് പറയുന്നത്. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് നമ്മൾക്ക് എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ അഡ്രസ്സിലൊക്കെ എഴുതി കൊടുക്കും, ഇത് നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ്, ഇത് നമ്മുടെ ടെമ്പററി അഡ്രസ്സ് എന്ന് പറഞ്ഞത്. രണ്ടും ടെമ്പററി അഡ്രസ്സ് തന്നെയാണ്, അല്ലേ? എപ്പോഴാണ് ആ അഡ്രസ്സിൽ നിന്ന് നമ്മൾ പുറത്തു പോകാൻ നമ്മൾക്കറിയില്ല. രണ്ടും ടെമ്പററി തന്നെയാണ് ശരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ പെർമനൻ്റ് അഡ്രസ്സാണ്. പക്ഷേ ഭഗവാൻ ഇവിടെ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് പറഞ്ഞു തരുന്നു. അർജുനും നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് പറഞ്ഞു തരികയാണ്. അല്ല, ആ കുട്ടിക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടിക്ക് അഡ്രസ്സ് തന്നെ മറന്നുപോയി. അഡ്രസ്സ് പറയാൻ സാധിക്കുന്നില്ല. വീട്ടിൽ പോകണമെന്നറിയാം, എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം, പക്ഷേ എവിടേക്ക് പോകണമെന്ന് അറിയുന്നില്ല. അപ്പം അതിന് എന്ത് ചെയ്യണം? ആ കുട്ടീനെ പരിചയമുള്ള ആരെങ്കിലും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. അതെ, ഇതാണ് നിൻ്റെ വീടിൻ്റെ സ്ഥലം, ഇന്ന സ്ഥലത്തേക്ക് ചോദിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ തിരിച്ചെത്താൻ സാധിക്കും. അപ്പോൾ അർജുനൻ നമ്മളെ സഹായിക്കുകയാണ്. പരംധാമ, ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. എവിടേക്കാണ് പോകേണ്ടത്? ഭഗവാന്റെ അടുത്തേക്കാണ് തിരിച്ചു പോകേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. നിങ്ങളോട് ആരും പുണ്യമുണ്ടോ എന്നോ പൈസ ഉണ്ടോ എന്നോ ചോദിക്കുന്നില്ല. പൈസ ഉള്ളവർ മാത്രം നിന്നാൽ മതി പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര കാലമാണോ നിൽക്കേണ്ടത് അത്രയും കാലം നിൽക്കാം. ചില ആളുകൾ ഇടയ്ക്ക് ഭൗതിക ലോകത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വീണ്ടും വരും, ഇവിടെ കൊടുക്കും, പിന്നെ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടായി, അല്ലേ? അപ്പോൾ വീണ്ടും അർജുനൻ നമ്മൾക്ക് ആ കാര്യം പറഞ്ഞിരുന്നു. പരംധാമം, ഭഗവാന്റെ വീടാണ് നമ്മുടെയും വീട് എന്നുള്ള കാര്യം. പവിത്രം എന്ന് പറയും. അടുത്ത വാക്ക് എന്താണ്? അർജുനൻ ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത്? പവിത്രം എന്ന് പറയുന്നു. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? പവിത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? എന്താണ്? പരമമായിട്ടുള്ള, കേൾക്കുന്നില്ല, ശുദ്ധമായിട്ടുള്ള. യെസ്, ശുദ്ധമായിട്ടുള്ളതാണ്. ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ. മാത്രമല്ല, പവിത്രം എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് എന്നർത്ഥമുണ്ട്. ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഭഗവാൻ ഏറ്റവും ശുദ്ധനായതുകൊണ്ട് ആരൊക്കെയാണോ ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുന്നത് അവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധമാവും. നമ്മൾ പിന്നെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനോട് അടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പവിത്രമായിട്ട് മാറും, നമ്മളും ശുദ്ധമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനും പവിത്രമാണ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എന്ത് തന്നെയാണ്? പവിത്രമാണ്. ഭഗവാന്റെ നാമവും പവിത്രം തന്നെയാണ്, അല്ല? അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് ആ നാമം ജപിക്കുന്ന വ്യക്തികൾ ശുദ്ധരായിട്ട് മാറുന്നത്, അല്ല? ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ വിചാരിക്കും ഭഗവാന്റെ പേര് ഇങ്ങനെ ജപിക്കുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് ജപിക്കുന്നതും ഒരേപോലെ തന്നെയാണെന്ന് ആളുകൾ വിചാരിക്കും. ഇതൊക്കെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ആണെന്ന് ആൾക്കാർ പറയും, അല്ലേ? യോഗ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ജപിച്ചാൽ മതി, എന്തിലെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് അവർ പറയും. പക്ഷേ നമ്മൾ ഇവിടെ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത്. ഭഗവാൻ പറയുന്നു, ധ്യായതവും വിഷയാൻ പുംസ, ഭൗതിക വിഷയങ്ങളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ താഴോട്ടാണ് പോകുന്നത്. നമ്മുടെ മെമ്മറി ലോസ് ഉണ്ടാവും എന്ന് പറയും. നമ്മൾക്ക് മെമ്മറി കുറഞ്ഞു വരും. മെമ്മറിയുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇൻ്റലിജൻസിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ബുദ്ധിനാശ പ്രണശ്യതി എന്ന് പറയും.
അപ്പോൾ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭഗവാൻ പറയുന്നില്ല. ഭഗവാനിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളിലും കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം അപ്പോഴേ നമ്മൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നുള്ളൂ. കാരണം ആരാണ് പവിത്രം? ഭഗവാനാണ് പവിത്രം. ഭഗവാനുമായി ബന്ധപ്പെട്ടതെല്ലാം പവിത്രം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തികൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ നിലവാരമൊക്കെ വലിയതായിട്ട് മാറ്റം വന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലേ? നാരദ മഹർഷി അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് മോക്ഷം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് വല്ലാണ്ട് മാറ്റിയിട്ടുണ്ട്. മൃഗാരിയുടെ ഹോബി എന്താണായിരുന്നു? കാട്ടിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പകുതി കൊന്നിടുക എന്നുള്ളത്. കൊല്ലൂല, കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം രസം പോയി, അല്ലേ? പകുതി കൊല്ലും, പകുതി കൊന്ന് അതിനങ്ങനെ പിടയ്ക്കും, ജീവന് വേണ്ടി പിടയ്ക്കും, ചോരയ്ക്ക് ഒഴുകി അതങ്ങനെ കരയും. അതാണ് ആ മൃഗാരിക്ക് കാണാൻ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച. അത് കണ്ടിട്ട് മൃഗാരിക്ക് വളരെ ഒരു സന്തോഷമുണ്ടാകും. അങ്ങനെ പിടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തോഷമുണ്ടാകും. അപ്പം നാരദ മഹർഷി വന്ന് കാണുകയാണ് മൃഗാരിയുടെ അവസ്ഥ. മൃഗാരിയുടെ മൈൻഡ് വളരെ ഡൗൺ ആയിപ്പോയി. അപ്പം നാരദ മഹർഷി പറയുന്നുണ്ട്, നീ അറ്റ്ലീസ്റ്റ് അതിനെ കൊല്ല്, നീ ഇങ്ങനെ പകുതി കൊന്നിടരുത്, അല്ല. അപ്പം അതെന്താണ് പ്രശ്നം? അത് നീ എത്രത്തോളം ആ ദുരിതം അനുഭവിക്കുന്നു അതൊക്കെ നിനക്ക് തിരിച്ച് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ എത്രയോ ഇരട്ടി അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മൃഗാരിക്ക് ആ ആകാശത്തിൽ എല്ലാ മൃഗങ്ങളെയും കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന എല്ലാ മൃഗങ്ങളും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാന്, മുയൽ, മുതല, എല്ലാ ജീവികളും, കടുവ, പുലി, ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യും. എപ്പോഴാണ് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഇവൻ വിട്ടുപോരുന്നത്, അപ്പം പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. അപ്പോൾ ഇത് കണ്ടപ്പോൾ മൃഗാരിക്ക് കുറച്ച് പേടിയായി. ഇതിന് ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് തിരിച്ച് പണി കിട്ടും എന്ന് മനസ്സിലായപ്പം മൃഗാരി, വേണ്ട, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഈ അമ്പും വില്ലൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു തുളസി ചെടിയുടെ അടുത്ത് നിന്ന് നീ ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മൃഗാരി ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് നാരദ മഹർഷിയും വേറെ ആരാണ്? പർവ്വതമുനി. നാരദ മഹർഷിയും പർവ്വതമുനിയും കൂടി ഈ മൃഗാരിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നാരദ മഹർഷി ആ കാടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പം പർവ്വതമുനിയോട് പറയും, എൻ്റെ ഒരു ഓൾഡ് ശിഷ്യൻ ഇവിടെയുണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. ഞാൻ പണ്ട് കുറച്ച് ദീക്ഷയൊക്കെ കൊടുത്ത് പോയതാണ്, നാമം ജപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ മൃഗാരി ദൂരത്തുനിന്ന് കണ്ടു. മൃഗാരി ആശ്രമമൊക്കെ കെട്ടി ഭഗവാന്റെ നാമം സിൻസിയറായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവരെ ദൂരത്തുനിന്ന് നാരദമുനിയും പർവ്വതമുനിയും വരുന്നത് കാണുന്നുണ്ട്. അപ്പം മൃഗാരിക്ക് ഓടി വന്ന് നമസ്കരിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഓടി വരുന്ന സമയത്ത് അദ്ദേഹം ഓടാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ താഴത്ത് ഒരുപാട് ജീവികളുണ്ടാവും, ഉറുമ്പോ പാറ്റി അങ്ങനെയൊക്കെ ജീവികളുണ്ടാവും. അതിനൊക്കെ ചവിട്ടി അതിനെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയ്ക്ക് മാറ്റം ആ മൃഗാരിയിൽ ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ജപിച്ചത് ഭഗവാന്റെ നാമമാണ്. അല്ലാതെ ഏതെങ്കിലും ഭൗതിക നാമം നമ്മൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ഭഗവാന്റെ നാമം ഭഗവാനെ പോലെ തന്നെ പവിത്രമാണ്. ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും വാക്ക് നമ്മളിങ്ങനെ ഉച്ചരിച്ചാലോ ഇതേ റിസൾട്ട് ഉണ്ടാവോ? ഇല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഭൗതിക നാമം വീണ്ടും വീണ്ടും പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ആ മാറ്റം ഉണ്ടാവേണ്ടതാണ്, അല്ലേ? ദിവസം ലോട്ടറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലേ? അവർ ഭക്തന്മാരായിട്ട് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ചായ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഏതെങ്കിലും ഒരു നാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഭഗവാന്റെ നാമമാണ് പവിത്രമായിട്ടുള്ളത്, ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ അതുകൊണ്ട് തന്നെ പറയുന്നു, ഏതെങ്കിലും വിധത്തിൽ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതെന്താ? അവനെന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
പിന്നെ അവനെക്കുറിച്ച് അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ചോദിക്കരുത്. നീ എവിടുന്ന് വന്നതാണ്, നീ എന്താണ് ചെയ്തിരുന്നത്, നിനക്കെന്ത് ജോലിയായിരുന്നു, നീ പണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളവനല്ലേ ഇങ്ങനെ ചെയ്തിട്ടുള്ളവനല്ലേ എന്നൊന്നും ചോദിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സ. എങ്ങനെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയായിക്കൊള്ളാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ. പെട്ടെന്ന് തന്നെ അവൻ ആരായി മാറിക്കോളും? അവൻ ധർമാത്മാവായിട്ട് മാറും. മാറ്റാനുള്ള പണി ഭഗവാൻ അറിയാം അല്ല, അവൻ എങ്ങനെയെങ്കിലും പിടിച്ച് ഭഗവാൻ ശരിയാക്കിക്കോളും. അപ്പോൾ അവനെ ശുദ്ധീകരിക്കേണ്ട പ്രക്രിയ ആര് തന്നെ നോക്കിക്കോളും? ഭഗവാൻ തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് ഭഗവാനെ അർജുനൻ എന്തെന്ന് വിളിക്കുന്നു? പവിത്രം എന്ന് വിളിക്കുന്നു. ആ ഭഗവാൻ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അല്ലേ? ഞാൻ പാപമൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനെ ആരാധിക്കാതിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പാപമാണെന്ന് പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി ഒരു കുടുംബജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു, 100% പെർഫെക്റ്റായിട്ട് ചെയ്തു, ആ വ്യക്തി ഭഗവാനെ ആരാധിച്ചില്ല. പക്ഷെ എല്ലാവിധ ധാർമ്മിക പ്രക്രിയകളൊക്കെ ചെയ്തു, ദാനം ചെയ്തു, ധർമ്മങ്ങളൊക്കെ ചെയ്തു. ആ വ്യക്തിക്ക് എങ്ങോട്ട് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്? ആ വ്യക്തിയുടെ മുന്നിൽ യമദൂതന്മാരാണ് പ്രത്യക്ഷപ്പെടുന്നത്, വിഷ്ണുദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചില്ല, ഭഗവാനെ വിളിച്ചില്ല. ഭഗവാനെ വിളിക്കാത്തത് കൊണ്ട് ഭഗവാന്റെ ദൂതന്മാർ വരുന്നില്ല, യമദൂതന്മാരാണ് വരുന്നത്. പിന്നെ അവർക്ക് നരകീയ ലോകങ്ങളിൽ പോയിട്ട് അവിടെ കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടി വീണ്ടും താഴോട്ട് തന്നെ വരണം എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഭക്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണെന്ന് പറയുന്നു. അവർക്കൊരിക്കലും ശുദ്ധീകരണം നടക്കുന്നില്ല. പക്ഷെ അതിന് പകരം നമ്മൾ കുറച്ചെങ്കിലും ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ശുദ്ധീകരണം ഉണ്ടാകും. കാരണം എന്താണ്? ഭഗവാന് നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പാപം എല്ലാം പോയിക്കോളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അഹം ത്വാം സർവപാപേഭ്യോ. അങ്ങനെ ഭഗവാൻ പവിത്രമായതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരും ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? പവിത്രമായിട്ട് മാറും. അങ്ങനെയുള്ള ഭക്തന്മാരുടെ അടുത്ത് പോയാൽ തന്നെ നമ്മൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അല്ലേ? ശീലപ്രഭാതരൊക്കെ അതിന് വലിയൊരു ഉദാഹരണമാണ് അല്ലേ? ശീലപ്രഭാതരുടെ ആ കോണ്ടാക്ട്, ആ ഒരു അസോസിയേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരൊക്കെ വലിയ ആചാര്യന്മാരായിട്ട് മാറി, വൈഷ്ണവ ആചാര്യന്മാരായിട്ട് അവർ മാറി. കാരണം എന്താണ്? ഭഗവാനും ഭഗവാന്റെ ഭക്തനും അതേപോലെ തന്നെ പവിത്രമാണ്, ശുദ്ധീകരിക്കാൻ കഴിയുന്ന ആത്മാക്കളാണ്. അതേപോലെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തും പവിത്രമാണ്. ഭഗവത്ഗീത, നമ്മൾ ഭഗവത്ഗീത ദിവസം വായിക്കുകയാണെങ്കിൽ നമ്മളെ ഒരു പാപവും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭാഗവതവും പവിത്രമാണ്. ഏത് വീട്ടിലാണോ ദിവസം ഭാഗവതം വായിക്കുന്നത്, ആ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി അറിയാണ്ട് താമസിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും, പൂർവ്വജന്മത്തിലെ എല്ലാ പാപങ്ങളും ആ താമസിച്ചത് കൊണ്ട് മാത്രമില്ല അത്. കാരണം എന്താണ്? ഭാഗവതം വായിക്കുന്ന സ്ഥലം തീർത്ഥസ്ഥലമായിട്ട് മാറും. ഭാഗവതം വായിക്കുന്ന സ്ഥലത്ത് എല്ലാ ദേവീദേവന്മാരും വരും അല്ലേ? അങ്ങനെ അതൊരു തീർത്ഥസ്ഥലമായിട്ട് മാറും. അവിടെ താമസിക്കുന്നവരുടെ പാപമെല്ലാം ഇല്ലാണ്ടായിട്ട് മാറുമെന്ന് പറയുന്നു. കാരണം എന്താണ്? ആ ഭാഗവതം ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. പവിത്രം, ഭഗവാനെ സംബന്ധിച്ച എല്ലാം പവിത്രം തന്നെയാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ പവിത്രം എന്ന് പറയുന്നത്. പവിത്രം പരമം ഭവാൻ എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമമായിട്ടുള്ള ഈശ്വരനാണെന്ന്. വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരന്മാരുണ്ട്, അതിൽ പരമ ഈശ്വരൻ, അതിനപ്പുറത്തേക്ക് ഒരു ഈശ്വരനില്ല. ബ്രഹ്മാവും പറയുന്നത് അങ്ങനെയാണ് അല്ലേ? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവ കാരണം. എല്ലാ കാരണങ്ങളുടെയും കാരണമായിട്ടുള്ള പരമ പുരുഷനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത്.
കാരണം എന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്ന ഈ മുഴുവൻ ഭൗതിക ലോകത്തിൻ്റെയും കാരണം മഹാവിഷ്ണു ആണെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ കാണുന്ന ഈ മുഴുവൻ ഭൗതിക ലോകത്തിൻ്റെയും കാരണം ആരാണ്? മഹാവിഷ്ണു ആണ്. മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചങ്ങളും വന്നിട്ടുള്ളത്. ആ മഹാവിഷ്ണുവിൻ്റെയും കാരണം ആരാണെന്ന് പറയുന്നു? മഹാവിഷ്ണുവിൻ്റെയും കാരണമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലേ? യക്കാരണാർണവ ജലേ ഭജതിസ്മയോഗ നിദ്രാം അനന്ത ജഗദണ്ഡ സരോമകൂപ ആധാരശക്തിം അവലംബ്യ പരാം സ്വമൂർത്തിം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ആ മഹാവിഷ്ണുവിൻ്റെയും ആദി കാരണമായിട്ടുള്ള ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ല, അല്ലേ? സാധാരണ ആളുകൾ പറയും നമ്മൾക്ക് 30 കോടി ദേവതമാരുണ്ട്, അതിലൊരു ദേവൻ കൃഷ്ണൻ, അല്ലേ? അങ്ങനെയാണ് സാധാരണ ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ അർജുനൻ പറയുന്നത്. പിന്നീട് വീണ്ടും എന്താണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്? പരമം ഭവാൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് എന്താണ്? സമയമുണ്ടോ? ലേറ്റായി. അടുത്ത വാക്ക് എന്താണ്? ഇതുവരെ പറഞ്ഞ വാക്ക് മനസ്സിലായോ? ഉറക്കത്തിലാണല്ലോ? അല്ല, യെസ്. ഇതുവരെ എന്താണ് പറഞ്ഞത്? പരംബ്രഹ്മമാണെന്ന് പറഞ്ഞു, പരംധാമമാണെന്ന് പറഞ്ഞു, പവിത്രമാണെന്ന് പറഞ്ഞു, പരമമായിട്ടുള്ള ഭഗവാൻ ആണെന്ന് പറഞ്ഞു. ഇനി എന്താ പറയുന്നത്? പുരുഷം എന്ന് പറഞ്ഞു. പുരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം, അല്ലേ? ഈശ്വരൻ ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയുന്നില്ല. സാധാരണഗതിയിൽ ഈശ്വരനെ കുറിച്ച് ആളുകൾ എന്താണ് പറയുക? ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണെന്ന് പറയും, അല്ലേ? പ്രകൃതിയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല, പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. സമയത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ട്, സമയത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് രണ്ടും ഇവിടെ ഭഗവത്ഗീത അംഗീകരിക്കുന്നില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ആരാണ്? ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ് എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ശക്തിയാണ് നമ്മളിവിടെ കാണുന്നതൊക്കെ. അപ്പം ആ ഭഗവാൻ വ്യക്തിയായതുകൊണ്ടാണ് ഭഗവാന്റെ മക്കളായിട്ടുള്ള നമ്മളൊക്കെ വ്യക്തിത്വമുള്ളവരായിട്ട് മാറിയിട്ടുള്ളത്, അല്ലേ? നമ്മൾക്ക് വ്യക്തിത്വമുണ്ടോ? അല്ലേ? നമ്മൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമ്മൾക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് പാൽപ്പായസം ഇഷ്ടമാണ്, എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല, എങ്ങനെ പറയും? അല്ല, അതെന്താണ്? അത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. അതെന്തുകൊണ്ട് ഇഷ്ടമല്ല എന്നൊന്നും നമ്മൾക്ക് ചോദിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് നിനക്ക് പായസം ഇഷ്ടമല്ല എന്ന് നിർബന്ധിച്ച് നമ്മൾക്ക് കുടിപ്പിക്കാനൊന്നും പറ്റും. ഇഷ്ടമല്ല, അതെൻ്റെ വ്യക്തിത്വമാണ്, എനിക്കിഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമാണ്. കാരണം എന്താണ്? ഞാനൊരു വ്യക്തിയാണ്, ഞാൻ കല്ലോ മണ്ണോ ഒന്നുമല്ല. എനിക്കിഷ്ടങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അതേപോലെ തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഇഷ്ടാനിഷ്ടങ്ങളുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറയുന്നത്. ഭഗവാൻ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണ്, ഇങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാന് ചിലത് ഇഷ്ടമാണ്, ഭഗവാന് ചിലത് ഇഷ്ടമല്ല. ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഭഗവാന് നീല നിറം, അല്ലേ? എന്തുകൊണ്ടാണ് ഭഗവാന് നീല നിറം അല്ലെങ്കിൽ കറുപ്പ് നിറം, ശ്യാമവർണം, എന്തുകൊണ്ടാണ് ഭഗവാന് ശ്യാമവർണം എന്ന് ചോദിക്കും. അപ്പം ആചാര്യന്മാർ പറയും, അത് നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഢമായിട്ടുള്ള ഒരു സംഭവമാണ്, അത് സമുദ്രത്തിനെ പോലെ ആഴത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ഭഗവാൻ ആ നിറമാണ് ഇഷ്ടം, ഭഗവാൻ ആ നിറം ഇഷ്ടമാണ്, അതുകൊണ്ട് ഭഗവാൻ ആ നിറമായി, അത്രയേ ഉള്ളൂ, അല്ലേ? കാരണം എന്താണ്? ഭഗവാൻ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഭഗവാൻ മയിൽപീലി ചൂടി? ഭഗവാൻ ഇഷ്ടമാണ്, ഭഗവാന് ചൂടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഭഗവാൻ മയിൽപീലി ചൂടി. ഭഗവാന് വേറെ എന്തെങ്കിലുമാണ് ഇഷ്ടമെങ്കിൽ, ഗരുഡൻ്റെ പോലെയാണ് ഇഷ്ടമെങ്കിൽ ഭഗവാൻ അത് ചൂടുമായിരുന്നു. ഭഗവാന് മയിൽപീലിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഭഗവാൻ മയിൽപീലി ചൂടി. കാരണം എന്താണ്? ഭഗവാൻ ഒരു വ്യക്തിയാണ്.
അത് നമ്മളധികം ആളുകളും അംഗീകരിച്ചു കൊടുക്കുന്നില്ല, അല്ലേ? നമ്മൾ വ്യക്തിയാണ്, നമ്മൾക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ വ്യക്തിയാണ്, എൻ്റെ അച്ഛൻ വ്യക്തിയല്ല. അതാണ് നമ്മുടെ ഫിലോസഫി. അതാണ്, ഞാൻ വ്യക്തിയാണ്, എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവരും നോക്കണം. പക്ഷേ എൻ്റെ അച്ഛൻ വ്യക്തിയല്ല, അദ്ദേഹം രൂപമില്ലാത്ത ഒരു ശക്തിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ വന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, അല്ലേ? ഭഗവാൻ വന്ന് പറയുന്നു ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ജീവൻ വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. ജീവൻ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? ഒരു ശാസ്ത്രജ്ഞനും ജീവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അച്ഛനമ്മമാർക്കും ജീവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ജീവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഒരു ജീവൻ ഒന്ന് കൊടുത്താൽ പോരെ, അല്ലേ? കുട്ടി മരിച്ചുപോയി, അച്ഛനമ്മമാരാണ് സൃഷ്ടിച്ചത്, അവർക്കൊരു ജീവനും കൂടി കൊടുക്കണം, ആ കുട്ടിയിൽ ജീവൻ വെപ്പിക്കണം, ആ കുട്ടി വീണ്ടും അതേപോലെ എഴുന്നേറ്റ് വരും. അതിന് സാധിക്കുമോ? സാധിക്കില്ല. കാരണം ജീവൻ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ജീവൻ ഭഗവാന്റെ സൃഷ്ടിയാണ്. അതാണ് ഭഗവാൻ വന്ന് പറയുന്നത് അഹം ബീജപ്രദ പിത, ഞാനാണ് ജീവൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാവരുടെയും അച്ഛൻ പിതാവ് ഭഗവാനാണ്. ഭഗവാൻ വ്യക്തിയാണ്, ഭഗവാന്റെ വ്യക്തിത്വമാണ് നമ്മളിലൊക്കെ കാണുന്നത് കുറേശ്ശെ, അല്ലേ? ഭഗവാന് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ട്, നമ്മൾക്ക് അതുകൊണ്ട് വീട്ടിൽ അടി ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, ചെറിയ തോതിൽ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ വ്യക്തിത്വം അംഗീകരിക്കുകയാണ് വേണ്ടത്. ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പെരുമാറുന്ന വ്യക്തിയാണ് ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്നത്. ഭഗവാനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമാണ്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയാണ്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭഗവാന്റെ അടുത്ത് നിന്ന് എല്ലാം വേണം, അല്ലേ? അച്ഛൻ വലിയ സമ്പന്നനാണ്, അച്ഛൻ്റെ സ്വത്തൊക്കെ എനിക്ക് വേണം, അച്ഛനെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അർജുനൻ പറയുന്നു ഭഗവാൻ പുരുഷനാണ്, വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വലാണ് എന്ന് പറയും. ഭഗവാൻ പുരുഷൻ മാത്രമല്ല, ഭഗവാൻ പരമപുരുഷനാണെന്ന് പറയും. എല്ലാ പുരുഷന്മാരുടെയും ഉറവിടമായിട്ടുള്ള പുരുഷനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പരമപുരുഷനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെയൊക്കെ പ്രകൃതിയായിട്ടാണ് പറയാം. ഭഗവാന്റെ ശക്തി മുഴുവൻ പ്രകൃതിയാണെന്ന്. ഇപ്പം യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്ന ആരെയാണ്? നമ്മളെയാണ്. നമ്മളാണ് ഭഗവാന്റെ ശക്തി, അല്ല? ഇതെല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് പറയുന്നില്ലേ? അതാരാണ്? അത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഭഗവാന്റെ ശക്തിയാണ്. മമൈവാംശോ ജീവലോകെ. അതേപോലെ ഭഗവാൻ പറയുന്നുണ്ട് അപരയമിതസ്തുന്യാം പ്രകൃതിം വിദ്യമേ പരാം ജീവഭൂതാം മഹാബാഹോ യേതം ധാരിതേ ജഗത്. ഇതൊക്കെ എൻ്റെ ശക്തിയാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് ആ ശക്തി നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? നമ്മുടെ ശക്തി ഭഗവാന് വേണ്ടി, ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് മുന്നോട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ഈ ലോകത്തിൽ വന്നിട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അർജുനൻ വീണ്ടും ഭഗവാൻ പുരുഷനാണ് എന്നുള്ള കാര്യം പറയുന്നത്. മറ്റൊരു കാര്യം, അടുത്ത വാക്ക് എന്താണ് ഭഗവാനെ കുറിച്ച്? അടുത്തെന്താണ് പറയുന്നത്? ശാശ്വതം എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതനാണെന്ന് പറയുന്നു. ശാശ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ കാലത്തുമുള്ള വ്യക്തിയാണ്, അല്ലേ? ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏത് യുഗത്തിലാണ് ജനിച്ചത്? ദ്വാപര യുഗത്തിൽ. അപ്പോൾ അതിൻ്റെ മുന്നെയോ ശ്രീരാമനാണ്, ശ്രീകൃഷ്ണനില്ല. പക്ഷെ ഇവിടെ പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതനാണ് എന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ യുഗത്തിലുമുള്ള വ്യക്തിയാണ്. എല്ലാ യുഗത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്, അല്ലേ? ഇപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൂര്യനെ കാണാം. രാത്രി ആയിക്കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ സാധിക്കുമോ? രാത്രിയായാൽ സൂര്യനെ കാണാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം സൂര്യനില്ല എന്നാണോ? സൂര്യനേ ഇല്ല എന്നാണോ? അല്ല, സൂര്യൻ സ്ഥിരമായിട്ടുണ്ട്, നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? നമ്മൾക്ക്
കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ ഭൗതിക ലോകത്തിൽ എല്ലാ സമയത്തും നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്തല്ല? ഭഗവാൻ അവതരിക്കാത്ത സമയത്ത് ഭഗവാൻ ഇല്ല എന്നല്ല. ദ്വാപരയുഗത്തിൻ്റെ മുന്നേ ഭഗവാൻ ഇല്ല എന്നല്ല. ദ്വാപരയുഗത്തിൻ്റെ മുന്നേയും ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആദിപുരുഷം എന്ന് പറയുന്നത്. ആദിപുരുഷം അല്ലേ? ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി എന്ന് പറയുന്നത്. ആദ്യം പുരാണ പുരുഷോ എന്നും പറയുന്നുണ്ട്. ഏറ്റവും വയസ്സായിട്ടുള്ള ആളാണ് അല്ലേ? ഏറ്റവും വയസ്സൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൃഷ്ണൻ. എല്ലാ റെക്കോർഡും ഗിന്നസ് ബുക്ക് റെക്കോർഡും ഭഗവാന്റെ പേരിൽ തന്നെയാണ് അല്ലേ? ഏറ്റവും എന്ന് വെച്ചിട്ട് എന്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. ഏറ്റവും വയസ്സായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആദ്യം പുരാണ പുരുഷോ നവയൗവനം ച എന്ന് പറയുന്നത്. അപ്പം ആ ഭഗവാൻ എല്ലാ കാലത്തുമുള്ള വ്യക്തിയാണ്. ദ്വാപരയുഗത്തിലുണ്ടായൊരു വ്യക്തിയല്ല അല്ലേ? ഭക്തന്മാർ അങ്ങനെ വിചാരിക്കരുത്. ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ ഇത് പറയുന്നുണ്ട്. ഞാനും നീയും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു എന്ന് പറയും. എല്ലാ സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാപരയുഗത്തിൽ മാത്രമല്ല, അതിൻ്റെ മുന്നേയുള്ള യുഗങ്ങളിലൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ശാശ്വതനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്. ദിവ്യം, ആദിദേവം, അജം, വിഭും. സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സമയമായിട്ടുണ്ട്. യെസ്, പിന്നെ ലേറ്റാക്കണ്ട. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും, ബാക്കി നമ്മൾക്ക് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം എടുക്കാം. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. സംശയമൊന്നുമില്ല. അടുത്ത മഹാപ്രസാദി ഗോവിന്ദ്. യെസ്, ശില പ്രഭുപാദ് കി ജയ.